ശരിക്കും കോമഡി എന്ന് വെച്ചാൽ മമ്മൂക്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഡെന്നിസ് ജോസഫ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക് ഡെന്നിസ് ജോസഫിന്റെ റൂമിൽ അന്ന് വരും. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ആ ഡയലോഗൊക്കെ നമുക്ക് വെറുതെ ഇവര് കേൾക്കാൻ വേണ്ടി പറയും. അതായത് നമുക്ക് റിജക്ട് ചെയ്തതാണ്, പക്ഷെ ഇവര് കേൾക്കാൻ വേണ്ടി മമ്മൂക്കയുടെ അതിന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്മോഹൻ ചോദിച്ചു എന്ന് പറഞ്ഞ ഡയലോഗ് മമ്മൂക്ക പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, നമ്മളൊന്നൊന്ന് ചിന്തിച്ച് നോക്കിയത്. കാരണം നമുക്ക് അതേപോലെ ഇവരെ കേൾക്കാൻ വേണ്ടി പറയും. അപ്പൊ ഡെന്നിസ് ജോസഫ് തമ്പികളോട് ചോദിക്കും, മമ്മൂട്ടിയോട് വന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മമ്മൂട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ തമ്പികളെ ഇനി മമ്മൂട്ടി പരിപാടി ഇല്ല, ഞാൻ മമ്മൂട്ടിനെ വിട്ടു, ഇനി മോഹൻലാലിനെ വെച്ച് ഞാൻ ചെയ്ത് ഹിറ്റാക്കി കാണിക്കും. ആ സിനിമ റിലീസ് ചെയ്ത ദിവസം ഇതേപോലെ തന്നെ ഡെന്നിസ് ജോസഫിനെ കാണാൻ ഇന്നത്തെ ഒരു സീനിയർ റൈറ്റർ എസ് എൻ സ്വാമി, നമ്മുടെ CBA ഒക്കെ എസ് എൻ സ്വാമി എന്ന് ശരിക്കും ഫാമിലി സിനിമകളുടെ എഴുത്തുകാരനായിരുന്നു. എസ് എൻ സ്വാമി അന്ന് ഡെന്നിസ് ജോസഫിനെ അന്ന് രാത്രി വന്ന് കണ്ടിട്ട് പറഞ്ഞത് സിനിമ ഓടില്ല, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ്. കാരണം ഈ സിനിമ പോരാ എന്ന രീതിയിലാണ് പറഞ്ഞത്. ഡെന്നിസ് ജോസഫ് ഉള്ളിൽ നിന്ന് ഡെസ്പ് അടിച്ച് കിടന്നു. പക്ഷെ പടം സൂപ്പർ ഹിറ്റായി, എവിടെയോ എത്തി. ആ 86 എന്ന് പറഞ്ഞ വർഷം ലാലേട്ടന്റെ വർഷമായിട്ട് മാറി. മമ്മൂട്ടിക്ക് അന്ന് പിന്നെ കുറച്ച് ഫ്ലോപ്പുകളും വന്നു. അന്ന് ലാലേട്ടൻ കയറി 86 അവസാനമൊക്കെ ആയപ്പോഴേക്കും ലാലേട്ടൻ കയറിപ്പോയി. നമുക്ക് ഇച്ചിരി ഡൗണിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ നമുക്കറിയാം ഇവരെന്നെയാണ് ഡെന്നിസ് ജോസഫ് ജോഷി തന്നെയാണ് ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടിയെ തിരിച്ചുകൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ ഒരു ആ സിനിമ സംഭവിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു ക്ലൈമാക്സ് ലാലേട്ടൻ മരിക്കുന്നത് നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റൂല. ശരിയാ. ആ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ് ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ പണ്ടൊക്കെ മരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടാൻ പാടാണ്. അന്ന് ആ സിനിമ ഹിറ്റായെങ്കിലും പിന്നീട് പല ആൾക്കാരും എന്തിനാണ് അവസാനം കൊന്നത്. പക്ഷെ അതിലൊരുപാട് കാരണം ഒരു ഹോം മിനിസ്റ്റർ ആണ് രതീഷിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു ചിലപ്പോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് എൻഡിങ് ആണ്. കാരണം ഹോം മിനിസ്റ്ററെ കൊല്ലാൻ വേണ്ടി അണ്ടർവേൾഡ് വരുന്നു, പക്ഷെ ഹോം മിനിസ്റ്ററുടെ ആളുകള് ലാലേട്ടനെ കൊല്ലുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ പറയുമ്പോ രതീഷാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്ലൈമാക്സ് എടുത്ത് നോക്കിയാല് ലാലേട്ടൻ കൊല്ലാൻ പോകുന്നു, പക്ഷെ ആ ഒരു ഒറ്റ സെക്കൻഡിന്റെ ഒരു വ്യത്യാസത്തില് കൊല്ലുന്ന സ്റ്റെക്കാവുന്നു. അംബിക വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ വന്നൊരു ഇമോഷണൽ ഡിസ്ട്രെസ് കാരണം കൊണ്ടാണ് ലാലേട്ടൻ മരണപ്പെടുന്നത്. അംബിക അവിടെ അവരും സ്വാർത്ഥത കാണിച്ചു. എല്ലാരും സെൽഫിഷാണ്. അവർക്ക് ലാലേട്ടന്റെ കൂടെ നിന്ന് അവരൊരു കരിയറൊക്കെ സെറ്റ് ചെയ്തെങ്കിലും അവർക്ക് അപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തത് രതീഷിന്റെ ക്യാരക്ടറിനാണ് എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് പറയേണ്ട കാര്യമാണ് അതിൽ 2 പേര് ലാലേട്ടന്റെ ഒപ്പം സുരേഷ് ഗോപിയും അതേപോലെ തന്നെ മോഹൻ ജോസ് എന്ന് പറയുന്ന മോഹൻ രാജ് പുള്ളിക്കാരുണ്ട്. കുറെ സിനിമകളിൽ പിന്നീടുണ്ട്. ഇവര് ശരിക്ക് അന്ന് ഈ ക്യാരക്ടർ ലാലേട്ടന്റെ ഈ വിൻസെന്റ് ഗോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട്. അങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയത്. അന്നത്തെ 2 പ്രമുഖ നടന്മാരോട് സംസാരിച്ചിരുന്നു. അതാരാന്നുള്ളത് പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്. 2 പ്രമുഖ നടന്മാരോട് സംസാരിച്ചപ്പോ മമ്മൂക്ക പിന്മാറി കഴിഞ്ഞപ്പോ ലാലേട്ടനാണ് ആ റോള് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ 2 പ്രമുഖ നടന്മാര് പിന്മാറി എന്ന് പറഞ്ഞു. അതായത് ലാലേട്ടന്റെ സൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരെയും കിട്ടാതെ ആയപ്പോ അവര് ആ ക്യാരക്ടറിനെ 2 ആക്കി. എന്നിട്ട് 2 പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ 2 പേരും. അപ്പൊ അന്ന് സുരേഷ് ഗോപി അന്ന് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ ഒരു ഫോട്ടോ ഇടുന്നോ കണ്ടപ്പോ കൊള്ളാം എന്ന് പറഞ്ഞു. എനിക്ക് സുരേഷ് ഗോപി അല്ല ഡബ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കുറെ എനിക്ക് തോന്നുന്നു ഒരു 20ാം നൂറ്റാണ്ട് വരെ ഒന്നും വേറെ ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് ചെയ്തത്. TP ബാലഗോപാലിന്റെ മേലുണ്ട്, അത് കഴിഞ്ഞ് ന്യൂഡൽഹിയിലുണ്ട്. അതിലൊന്നും സുരേഷ് ഗോപി അല്ല ഡബ്. ശരിക്കും ഇപ്പത്തെ കുറെ ഇപ്പൊ സുരേഷ് ഗോപി, ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പൊ നോക്കുമ്പോ ഇവർ 2 പേരും നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന 2 പേരാണ്. അപ്പൊ അവരൊക്കെ ആ സമയത്ത് ഇപ്പൊ അവര് ഒരുമിച്ച് വരാന്നൊക്കെ പറയുമ്പോൾ അതൊരു സെലിബ്രേഷൻ മൂവിയാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഇവര് കുറെ മൂവീസിൽ ഇങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് നല്ല ഓപ്പണിംഗ് ആണ് കിട്ടിയത്. അതെ, ശരിയാ. ഗംഭീര റോളാണ്. ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ സുരേഷ് ഗോപി മരിക്കുന്നു, ലാലേട്ടൻ മടികിടന്നാണ് മരിക്കുന്നത്. ലാലേട്ടന് വേണ്ടി മരിക്കുന്ന അങ്ങനത്തെ രീതിയില്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇവരുടെ ഹിറ്റ് പിന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമ 20 അതിൽ ലാലേട്ടന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. വില്ലൻ ലെവലിലോട്ട് എത്തി.